അപകട ഭീഷണി ഉയർത്തി പത്തനംതിട്ട നാരങ്ങാനം ഗവൺമെന്റ് ഹൈസ്കൂളിലെ 50 വർഷത്തോളം പഴക്കമുള്ള കെട്ടിടങ്ങൾ. നിലവിൽ ഈ കെട്ടിടങ്ങളിൽ ക്ലാസ് മുറികളില്ലെങ്കിലും സമീപത്തെ ഗ്രൗണ്ടിൽ കളിക്കാനെത്തുന്ന കുട്ടികൾക്കാണ് ഈ കെട്ടിടങ്ങൾ ഭീഷണിയാകുന്നത്. കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കണമെന്ന് നിരവധി തവണ നാട്ടുകാരും PTAയും അധികൃതരോട് ആവശ്യപ്പെട്ടിട്ടും ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല എന്നും ആക്ഷേപമുണ്ട്. അൻപത് വർഷത്തോളം പഴക്കമുണ്ട് ഈ സ്കൂൾ കെട്ടിടങ്ങൾക്ക്. മേൽക്കൂര ഏതാണ്ട് പൂർണ്ണമായും തകർന്നു. പാറയുപയോഗിച്ച് നിർമ്മിച്ച കൂറ്റൻ ചുമരുകൾ എപ്പോൾ വേണമെങ്കിലും നിലം പൊത്താമെന്ന സ്ഥിതിയിലുമാണ്. തൊട്ടടുത്തുള്ള ഗ്രൗണ്ടിൽ കളിക്കാനെത്തുന്ന കുട്ടികൾ ഈ തകർന്നു വീഴാറായ കെട്ടിടത്തിന് സമീപമാണ് കൂട്ടം കൂടി നിൽക്കാറുള്ളത്. കുട്ടികളിവിടെ വൈകിട്ട് ഫുട്ബോൾ കളിക്കാൻ വരുന്നൊരു സ്ഥലമായത്. ഒരു ചുറ്റുമതിൽ പോലും കെട്ടാത്തൊരു കിണർ, ഇത് പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്ന ഒരു ബിൽഡിങ്. അവർ മഴ പെയ്യുമ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കയറി നിൽക്കുമ്പോൾ ഇത് വളരെ അപകടകരാവസ്ഥയിലാണ് ഈ ബിൽഡിംഗ് നിൽക്കുന്നത്. ഇത് നല്ല രീതിയിലാക്കാൻ വേണ്ടി ഒരുപാട് പരാതികൾ നമ്മൾ സർക്കാർ ലെവലിൽ എത്തിച്ചിട്ടുണ്ട്. പഞ്ചായത്ത് ആയിക്കോട്ടെ, ജില്ലാ പഞ്ചായത്ത് ആയിക്കോട്ടെ, യാതൊരു പ്രവർത്തനങ്ങളും ഇതിന്റെ മേലിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. ക്ലാസ് മുറികൾ ഈ കെട്ടിടങ്ങളിൽ നിന്ന് മാറ്റിയിട്ട് വർഷങ്ങളായി. പക്ഷേ ഉപയോഗശൂന്യമായ ഈ ഭാഗങ്ങൾ ഇപ്പോഴും പൊളിച്ചു മാറ്റാൻ വൈകുന്നതിന്റെ കാരണം അധികാരികൾ വ്യക്തമാക്കിയിട്ടില്ല. നിലവിൽ ക്ലാസുകൾ നടക്കാറുള്ള കെട്ടിടത്തിന് സമീപവും തകർന്നു വീഴാറായ കെട്ടിടമുണ്ട്. നാരങ്ങാനം ഗവൺമെന്റ് ഹൈസ്കൂളിന്റെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കെട്ടിടമാണ് നമ്മുടെ തൊട്ടപ്പുറത്ത് കാണുന്നത്. കെട്ടിടത്തിൽ 100 കുട്ടികൾ നിത്യേന വന്നു പോകുന്നതാണ്. ആ കുട്ടികളൊക്കെ തന്നെയും കളിക്കാനും മറ്റവരുടെ ആവശ്യങ്ങളൊക്കെ ആയിട്ട് നിത്യേന ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കെട്ടിടവും അതിന്റെ പരിസരവുമാണ് ഈ കാണുന്നത്. ഇപ്പോഴത്തെ ഈ കാലാവസ്ഥ ഇത്ര ശക്തമായ രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ ഏത് നിമിഷവും നിലംപതിക്കാറായ ഒരു ബിൽഡിങ്, അതുമൂലം ഉണ്ടാകുന്ന ദുരന്തം നമുക്ക് സങ്കല്പിക്കാവുന്നവർക്ക് ഒരുപാട് അപ്പുറമായിരിക്കും. സ്കൂളിലെ അധ്യാപകരും നാട്ടുകാരും നിരവധി തവണ ഈ വിഷയം അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതാണ്. പക്ഷേ ഒരു നടപടിയും ഉണ്ടായില്ല. കുട്ടികൾക്ക് അപകട ഭീഷണിയായ ഈ കെട്ടിടങ്ങൾ ഉടൻ പൊളിച്ചു മാറ്റണമെന്നാണ് ഇവരുടെ ആവശ്യം. അമൃത ന്യൂസ്, പത്തനംതിട്ട.